വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2026 സൂര്യൻ്റെ ആ ഒരു വർഷമാണ്. ഈ ഒരു സൂര്യൻ്റെ ആ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും എന്ന് നോക്കാനാണ് ഇന്നത്തെ റീഡിങ്. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്പർ 1ൻ്റെ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നമ്പർ 1ൻ്റെ ഒരു എനർജി എന്ന് പറയുമ്പോൾ സണ്ണിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ ഒരു 1 നമ്പർ എന്ന് പറയുമ്പോൾ ന്യൂ ബിഗിനിങ്, ഇവിടെ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. 2026 അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾ കുറിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. 2026 ഇതിൻ്റെ തുടക്കം ഡിസംബറിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ചില കാര്യങ്ങൾ നിങ്ങളിലൂടെ നിർമ്മിക്കപ്പെടും. അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് 2026 ആണെങ്കിലും തുടങ്ങുന്നത് ഡിസംബറിൽ ആയിരിക്കും. അതായത് ഡിസംബർ ഇനിയിപ്പോൾ തീരാൻ ഏകദേശം ഒരു 8-9 ദിവസമേ ഉള്ളൂ. അപ്പോൾ 6-5 ദിവസത്തിനുള്ളിൽ അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 2026 ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഇവിടെ ഒരു വർഷം നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ നല്ല രീതിയിൽ വിജയിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം ഈ ഒരു വർഷം എന്ന് പറയുന്നത് സണ്ണിൻ്റെ ആ ഒരു വർഷമാണ്. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ജോലിയിൽ നിങ്ങൾക്ക് ഒരു നല്ല ഒരു ജോലി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു അച്ചീവ്മെൻറ്റ് എന്താണോ അത് നിങ്ങൾക്ക് പ്രാപ്തമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഗവൺമെൻറ് ജോലിയിൽ എക്സാമൊക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഓൾറെഡി നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിലൊരു പ്രമോഷൻ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ട് ആർക്കും തന്നെ ഈ ഒരു വർഷം 2026 നിങ്ങളെ ആർക്കും തടസ്സപ്പെടുത്താൻ സാധിക്കത്തില്ല. അപ്പോൾ കരിയറിൽ നല്ലൊരു ഗ്രോത്ത് ആയിരിക്കും നിങ്ങൾക്ക് 2026 കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഗ്രഹനിലയിൽ സൂര്യഭഗവാൻ ബലവാനായിട്ടാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾ സെൻട്രൽ വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് നിങ്ങളോടൊരു ആകർഷണം തോന്നി നിങ്ങളിലേക്ക് അവർ കൂടുതലായിട്ട് വരിക, നിങ്ങൾ പറയുന്ന അവർ കേൾക്കുക, അങ്ങനെ നിങ്ങളെ എല്ലാവരും മനസ്സിലാക്കുക. ഒരു 2026 നിങ്ങളുടെ ആ ഒരു ഓറ, നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി, നിങ്ങളുടെ ആ ഒരു ജനങ്ങളോടുള്ള ആ ഒരു സംസാരം, അതിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതായിരിക്കും കാണാൻ സാധിക്കുന്നത്. അതായത് എല്ലാത്തിലും ഒരു വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ ഉള്ളതിനെയും കാട്ടി. ഇത് സ്വയം നിങ്ങൾ സെൻട്രൽ വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി ആർക്കും ഇനി ഇഗ്നോർ ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ ആ ഒരു ശബ്ദം ആൾക്കാർ നല്ല രീതിയിൽ കേൾക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ശബ്ദം കൊണ്ടും നിങ്ങളുടെ ആ ഒരു കർമ്മം കൊണ്ടും നിങ്ങൾ സെൻട്രൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ ആ ഒരു ആധാരത്തിലും നിങ്ങൾ സെൻട്രലിൽ വരുന്നതാണ്. അവർക്ക് നിങ്ങളെ ഒട്ടും തന്നെ ഇഗ്നോർ ചെയ്യാൻ സാധിക്കത്തില്ല. വളരെ നല്ല വേയിൽ കൂടെയാണ് നിങ്ങൾ സെൻട്രൽ വരാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ മേൽ എന്തെങ്കിലും വലിയ ഒരു ആരോപണം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് പ്രകൃതി തന്നെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ആ ഒരു ആരോപണം മാറണമെന്ന്. അങ്ങനെ ആ ഒരു ആരോപണം നിങ്ങളിൽ നിന്ന് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തിനോട് സറണ്ടർ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സറണ്ടർ ചെയ്തതിൻ്റെ ആ ഒരു ബലമായിട്ടാണ് ഈ ഒരു എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. 17 നമ്പർ നിങ്ങൾ കൂടുതലായിട്ടും കാണുന്നുണ്ടെങ്കിൽ ശുഭത, അതായത് സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുകയാണ് എന്നാണ്. അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഉന്നതിയും സന്തോഷവും സമൃദ്ധിയും എല്ലാം ഉണ്ടാകും. ശരിയായ സമയത്ത് നിങ്ങൾ ശരിയായ സ്ഥലത്ത് ഉള്ളതുപോലെ. അതായത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ നിങ്ങളുടെ ശബ്ദം മറ്റുള്ളവർക്ക് പ്രഭാവം ചെലുത്തുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഒത്തിരി നേട്ടങ്ങൾ അതിലൂടെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ആൾക്കാർ നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രശംസിക്കും. ഇവിടെ ഇപ്പോഴും ഞാൻ ഒരു ഗൈഡൻസ് ആയിട്ട് പറയുന്നത് ഇത്ര മാത്രമാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരിൽ പ്രഭാവം ചെലുത്തുന്നത് കൊണ്ടാണ് എപ്പോഴും സൂക്ഷിച്ച് വാക്കുകൾ യൂസ് ചെയ്യാൻ ഞാൻ പറയുന്നത്. ഇവിടെ 2026 നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റിയാക്റ്റ് ചെയ്യുന്നത് കുറച്ച് ചെയ്യുക. അതായത് എന്ത് കാര്യത്തിനും മറ്റുള്ളവരോട് റിയാക്റ്റ് ചെയ്യാൻ പോകരുത്. അതായത് എവിടെയാണോ കൂടുതലായിട്ട് ദേഷ്യം ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് അവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യം ചെയ്യും. അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫേവറിൽ ആവാതിരുന്നപ്പോൾ നിങ്ങൾക്ക് ഉള്ള ആ ഒരു ദേഷ്യം വളരെ കുറവായിരുന്നു. ഇപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫേവറിൽ വന്നപ്പോൾ നിങ്ങൾക്കുള്ള ദേഷ്യം വളരെ കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
അത് സഹിക്കാനുള്ള ആ ഒരു ക്ഷമത നിങ്ങൾക്ക് കുറവാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കും 2026. സ്വയം നിങ്ങൾക്ക് തന്നെ ഫീലാകും, ദൈവമേ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ അഹങ്കാരിയും എല്ലാ കാര്യത്തിനും മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യുന്ന ആളായി മാറി, ഞാൻ മുന്നേ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അങ്ങനെ നിങ്ങൾക്ക് സ്വയം ഫീലാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു കാര്യത്തിനും മറ്റുള്ളവരോട് റിയാക്ട് ചെയ്യാൻ പോവരുത്. ഇവിടെ നിങ്ങളുടെ ഗ്രഹനിലയിൽ സൂര്യഭഗവാൻ വളരെ നല്ലതായിട്ടാണ് ഉള്ളതെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നടക്കും. നിങ്ങളുടെ ലൈഫിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു നല്ല സമയം നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു നല്ല സമയത്തിന് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ശ്രമിക്കുക. ഇത് കരിയർ ബേസിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പ്രമോഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്തായാലും പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു കർമ്മഭാവം നല്ലതായിട്ടാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്തത് അതിൻ്റെ ആ ഒരു ബലവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, ഇപ്പോൾ എന്താണോ കർമ്മം ചെയ്യുന്നത് അതിൻ്റെ ബലവും ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു വർഷത്തിൻ്റെ തുടക്കം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന ആ ഒരു ഗ്രോത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കേട്ടിട്ട് ഒരു പ്രതീക്ഷ ഉണ്ടാവത്തില്ല, പക്ഷെ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണോ പ്രതീക്ഷ ഇല്ലാത്ത അതിലായിരിക്കും കൂടുതലായിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത്. കരിയർ, ബിസിനസ്, റിലേഷൻഷിപ്പ് ഇതിലെല്ലാം പോസിറ്റീവായിട്ടൊരു മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഗ്രോത്ത് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നല്ല ഒരു മാറ്റം ഉണ്ടാകും. നല്ല ഒരു ബന്ധം മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള ആ ഒരു പെരുമാറ്റം കാരണം ആൾക്കാർ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വർക്ക് എന്താണോ അത് നല്ല സുന്ദരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ കൂടുതലായിട്ട് സ്പിരിച്വൽ ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ അതിൻ്റെ ആ ഒരു പ്ലാനിങ് നടത്തുന്നത് യൂണിവേഴ്സ് ആയിരിക്കും. യൂണിവേഴ്സിൻ്റെ പ്ലാനിങ്ങിലായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഓരോ നല്ല കാര്യവും സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു വ്യക്തി എത്ര തന്നെ നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞാക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ അവരുടെ ആ ഒരു വാക്കുകളിൽ വീണു പോകത്തില്ല. അവർക്ക് നിങ്ങളുടെ മേൽ കുറ്റം ചുമത്താൻ സാധിക്കത്തുമില്ല. ഇവിടെ ഒരു പക്ഷേ നിങ്ങൾ കാരണം എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് നിങ്ങൾ തന്നെ ശരിയാക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു വർഷമാണ് 2026. ഒരു പുതിയ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് 2026. ഇവിടെ നിങ്ങൾ സ്വപ്നം കണ്ടു, ഇമാജിനേഷൻ ചെയ്തു. ആ ഒരു ഇമാജിനേഷനും ആ ഒരു സ്വപ്നവും 2026 പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ എന്തോ മാനിഫെസ്റ്റേഷൻ ചെയ്തു, അഫർമേഷൻസ് പറഞ്ഞു, എന്തോ ഒരു ടെക്നിക്ക് എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെക്നിക്ക് അത് 2026 വർക്കായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് ടെക്നിക്കാണോ ചെയ്തത് അതിലൊരു ബിലീവ് നിങ്ങൾക്കുണ്ടാകും. അത് ഇങ്ങനെയുള്ള ടെക്നിക്ക് ഉറപ്പായിട്ടും നടക്കും, ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്, പക്ഷേ ഇത് എൻ്റെ ലൈഫിൽ വർക്കായി എന്ന് നിങ്ങൾക്ക് ബിലീവ് ആവും. അപ്പോൾ ഈ ഒരു 2026 നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ കൂടുതലായിട്ടും ആത്മീയതയുടെ നേർക്കെ ആയിരിക്കും. കൂടാതെ യൂണിവേഴ്സിനോടും നിങ്ങൾക്കുള്ള ആ ഒരു ശ്രദ്ധ വളരെ കൂടുതലായിരിക്കും. കൂടുതൽ നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്ന ദൈവം ആ ഒരു ദൈവത്തിനോടും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ശ്രദ്ധാഭാവം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ 2026 നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയൊരു സെലിബ്രേഷൻ നിങ്ങൾ ചെയ്യും എന്നാണ് കാണാൻ സാധിക്കുന്നത്. 100% ഗ്യാരൻറ്റിയോടെയാണ് ഞാൻ പറയുന്നത്, ഉറപ്പായിട്ടും അത് നിങ്ങൾ ചെയ്തിരിക്കും. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നാൽ കുറേ ആൾക്കാർ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമെന്നാണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം ആലോചിച്ച് ഭയങ്കരമായിട്ട് പേടിയുണ്ട്, ആൾക്കാർ ഇനി എന്തെങ്കിലും ചെയ്ത് എൻ്റെ സെലിബ്രേഷൻ തടസ്സപ്പെടുത്തുമോ എന്ന്. ഈ ഒരു കാര്യം ആലോചിച്ച് നിങ്ങളുടെ ഹൃദയവും നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. അപ്പോൾ 2026 നിങ്ങളുടെ ഹൃദയത്തിനൊരു ഹീലിംഗ് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വലിയൊരു വിഷ് അത് നടക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതുമാണ്. ഇവിടെ ഷിഫ്റ്റ് ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ. അതായത് ഒരു പേടിയും കൂടാതെ എൻ്റെ ലൈഫിൽ ഞാൻ മുന്നോട്ട് പോകാൻ പോവുകയാണ് എന്നുള്ള ഫീല് നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ 2026 പല ഗിഫ്റ്റും നിങ്ങൾക്ക് കൊണ്ടുതരും. അതായത് നിങ്ങളുടെ രാശി, നിങ്ങളുടെ നാൾ എന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ ഇവിടെ ഞാൻ റീഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പറയാണ്, പല രീതിയിലുള്ള ഗിഫ്റ്റ് നിങ്ങളെ തേടി വരും. 72 തൊട്ട് 80% ഈ ഒരു സൂര്യ ഭഗവാന്റെ പ്രഭാവം നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നല്ല രീതിയിലുള്ളൊരു മാറ്റമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ 2026 ഇങ്ങനെ പ്രാർത്ഥന ചെയ്യും, എൻ്റെ ബുദ്ധി എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ആ ഒരു മനസ്സെപ്പോഴും സ്ഥിരതയോടെ ഇരിക്കണം ഈ ഒരു കാര്യത്തിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥനകൾ ചെയ്യും.
ഇവിടെ എവിടെയാണോ നിങ്ങൾക്കൊരു ഡീലിങ്ങിന് പോവേണ്ടത്, ആ ഒരു ഡീല് ചെയ്യേണ്ട സമയത്ത് നിങ്ങളുടെ ആ ഒരു സംസാരത്തിൻ്റെ ആ ഒരു പ്രഭാവം കൊണ്ട് ഓപ്പോസിറ്റുള്ള വ്യക്തിയിൽ നിന്ന് ഒത്തിരി ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങളുടെ ആ ഒരു ശബ്ദം നിങ്ങൾക്ക് വേണ്ടി വർക്കാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2026 ഇങ്ങനൊരു യോഗം നിങ്ങൾക്ക് ഉണ്ടാകും. അതായത് നിങ്ങൾ ചുമ്മാ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ധനം ആകർഷിക്കാൻ പറ്റും. അങ്ങനൊരു യോഗം ഉണ്ടാകും. അതായത് ഇനി നിങ്ങൾക്ക് ക്യാഷിൻ്റെ പിറകെ പോവേണ്ടി വരത്തില്ല. ക്യാഷ് സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ധനവും എല്ലാം ലഭിക്കാൻ പോകുന്നത്. അതിന് പറയുന്നത് ബുധ ആദിത്യ യോഗം എന്നാണ്. ബുധ ഭഗവാനും ആദിത്യ ഭഗവാനും നിങ്ങളിൽ പ്രഭാവം ചെലുത്തും ഈ ഒരു 2026. അതായത് ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്തോ ഒരു അവസരം ലഭിക്കും. ആ ഒരു അവസരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇൻകം വരാൻ തുടങ്ങും. അങ്ങനെ ഒരു അവസരം നിങ്ങളെ തേടിയെത്തും ഈ 26. ഇവിടെ ഓൺലൈൻ ജോലിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ജോലി ചെയ്യുക. അതായത് പബ്ലിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡീല് നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ലാഭം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓൺലൈൻ ജോലി, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ഒരിക്കലും മോശം സമയമെന്ന് വിചാരിക്കില്ല. നല്ല സമയമാണ്. നിങ്ങൾക്ക് സമൃദ്ധിയും പേരും പ്രശസ്തിയും അതിലൂടെ ലഭിക്കും. ഇവിടെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വിപരീതമായിട്ട് എന്തെങ്കിലും ചെയ്യും. ആ ഒരു ചെയ്യുന്നതിലൂടെ എല്ലാവരുടെയും ഫോക്കസ് നിങ്ങളിൽ വരും. ക്യാഷ് ഒത്തിരി നിങ്ങളുടെ കയ്യിൽ വരും. നിങ്ങളുടെ സ്വന്തം കഠിനാധ്വാനത്തിൻ്റെ ബലം. ഇവിടെ ഒരു റെക്കോർഡ് നിങ്ങൾ തകർക്കും. ഇവിടെ സ്റ്റാർട്ടിങ് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസിലൂടെയാണ് ഉണ്ടാവുന്നത്. അതായത് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളോട് ഇങ്ങനെ പറയും, അതായത് എനിക്ക് എൻ്റെ ഈ ഒരു സ്വന്തം റെക്കോർഡ് തകർക്കുക തന്നെ വേണമെന്ന്. അതായത് ഞാൻ എനിക്ക് വേണ്ടി ആവശ്യമില്ലാത്ത തെറ്റായ ബൗണ്ടറീസ് സെറ്റാക്കി വെച്ചു. ആ ഒരു ബൗണ്ടറീസിനെ എല്ലാം പൊട്ടിച്ച് എനിക്ക് പുറത്ത് പോകണം, അങ്ങനെ തോന്നൽ വരും. അതായത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പേടിയും കൂടാതെ ഒരു സംഘർഷവും കൂടാതെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ജീവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. കാരണം ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെ ഇനി അങ്ങ് പോയിട്ട് എന്തായിരിക്കും എൻ്റെ അവസ്ഥ, അതുകൊണ്ട് മാറണ്ട, ഇവിടെ തന്നെ താമസിക്കാം. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളിൽ ആ ഒരു പേടിയോ ഉണ്ടാവത്തില്ല. എന്തായാലും ഒരു മാറ്റം അനിവാര്യമാണ്, അതുകൊണ്ട് ഞാൻ മാറാം. അതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മാറി വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. മുന്നേ നിങ്ങൾക്ക് ഈ ഒരു മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പേടിയുമില്ല. ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ വന്നതായിട്ട്. എവിടെ വേണോ താമസിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം തോന്നും നിങ്ങൾക്ക്, അതായത് എനിക്ക് എങ്ങനെ ഈ ഒരു കോൺഫിഡൻസ് വന്നു എന്ന്. ഇവിടെ അച്ഛൻ്റെ ആ ഒരു പ്രായത്തിലുള്ള ആളോടോ അല്ലെങ്കിൽ അച്ഛനോടോ അല്ലെങ്കിൽ പവറിലുള്ളൊരു വ്യക്തി, നിങ്ങളുടെ ഓഫീസിലുള്ള ബോസിനോടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായി പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വീണ്ടും നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ഗ്രഹനിലയിൽ സൂര്യഭഗവാന്റെ ദൃഷ്ടി മോശമാണ് എങ്കിൽ നിങ്ങൾ രാവിലെ ഉദിച്ചു വരുന്ന സൂര്യഭഗവാന് ജലം അർപ്പിക്കുന്നത് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സൂര്യഭഗവാന്റെ ദൃഷ്ടി നല്ലതാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സൂര്യൻ ബലവാനാവുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ഗ്രഹനിലയിൽ 9:00 മുന്നായിട്ട് ചെയ്യുക. കിണ്ടിയിലായാലും കുഴപ്പമില്ല, ഗ്ലാസ്സിലായാലും കുഴപ്പമില്ല. ജലം അർപ്പിച്ചിട്ട് ഓം സൂര്യായ നമഃ അല്ലെങ്കിൽ ആദിത്യായ നമഃ പറയുക. നിങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഈർഷ്യഭാവം മാറുന്നതാണ്. കാരണം അവർ അവരുടെ ലൈഫിൽ ബിസിയാവും, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ബിസിയാകും. ഇവിടെ നിങ്ങളുടെ ആ ഒരു ലൈഫ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശത്രു ആരാണോ അവരുടെ ലൈഫിൽ ഈശ്വരൻ ഒരു അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ആ ഒരു ബലം കൊടുക്കും. അങ്ങനെ അവരുടെ ആ ഒരു ബലം ലഭിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ ലൈഫ് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അവരുടെ ലൈഫിൽ എന്തൊക്കെയാണോ മോശം സംഭവിച്ചത് അത് നേരെയാക്കാൻ വേണ്ടി ശ്രമിക്കും അവർ. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷവും അവർക്ക് മോശവുമാണ് ഉണ്ടാവുന്നത്. അവരുടെ ലൈഫിൽ അവർക്ക് ടവർ മൂമെൻ്റാണ് ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ സന്തോഷവും. അവിടെ നിങ്ങളുടെ ശത്രു അവരുടെ ലൈഫിൽ ബിസിയായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുകയാണ്.
ദൈവം നിങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള വ്യക്തികളെ മാറ്റിയിട്ട് നിങ്ങളെ ഹീലാക്കാനും നിങ്ങൾക്ക് സന്തോഷം തരുവാനും ആഗ്രഹിക്കുന്നു. അതായത് 2026 എന്ന് പറയുന്നത് ഇങ്ങനൊരു വർഷമായിരിക്കും. അതായത് ഇതുവരെയും നിങ്ങൾ ഇങ്ങനൊരു വർഷം ഒരിക്കലും ജീവിച്ചിട്ടുണ്ടാവത്തില്ല. അങ്ങനൊരു വർഷമായിരിക്കും ഇത്. ചിലപ്പോൾ നിങ്ങൾ ഡയറിയിൽ പോലും എഴുതും, ഇങ്ങനെയൊരു സമയം ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല, ഈ രീതിയിൽ സന്തോഷം നിറഞ്ഞ ഒരു സമയം എന്ന് ഡയറിയിൽ പോലും എഴുതും. നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിങ് സെൻസ് വരെ ചേഞ്ച് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ കുറച്ചും കൂടെ നല്ലതാക്കാനാണ് ദൈവം ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിങ് സെൻസ് നല്ല രീതിയിൽ ചേഞ്ച് ആവും. ഇവിടെ മേജർ ചേഞ്ച് ഉറപ്പായിട്ടും ഉണ്ടാകും. ഇവിടെ ക്യാഷ് നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും. ക്യാഷ് ഉണ്ടാവാൻ വേണ്ടി ഓരോ സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആവും. ഇവിടെ നിങ്ങൾ ക്യാഷ് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് കൂടുതലാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതിൽ നിന്ന് ലാഭം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർ ഇങ്ങനെയാണ്, പുറത്ത് പോവാൻ പേടിയാണ്, കയ്യിൽ നിന്ന് പൈസ ചിലവാകും, ഇഷ്ടമുള്ള ആഹാരം കാണുമ്പോൾ വാങ്ങിച്ച് കഴിക്കാൻ തോന്നും, ഇഷ്ടമുള്ള വസ്ത്രം കാണുമ്പോൾ വാങ്ങിക്കാൻ തോന്നും, അത് കാരണം പുറത്തൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കാം എന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷേ ഇനി 2026 നിങ്ങളുടെ ആ ഒരു വർക്കിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു വരുമാനം കിട്ടുന്നതിലൂടെ തന്നെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പൈസ നിങ്ങൾക്ക് ചിലവാക്കാനും തോന്നും. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും വീട്ടിലത്തേക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സാധനത്തിൻ്റെ വിലയിൽ കൂടുതൽ പൈസ അവർ നിങ്ങളിൽ നിന്ന് എടുക്കുന്നു. അത് നിങ്ങൾക്കും മനസ്സിലാകുന്നു. പക്ഷേ 2026 അങ്ങനെ ഉണ്ടാവത്തില്ല. എന്താണോ അതിൻ്റെ വില അത് മാത്രമേ അവരെടുക്കത്തുള്ളൂ. 2026 ചില ഡേറ്റ് നിങ്ങൾ എഴുതി വയ്ക്കും. അതായത് ഈ ഡേറ്റിൽ എൻ്റെ ലൈഫിൽ ഇത്രയും നല്ല ഒരു സന്തോഷം എനിക്കുണ്ടായി, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അങ്ങനെ ഡേറ്റ് വരെ എഴുതി വയ്ക്കും നിങ്ങൾ. ഇവിടെ ആരോ ഒരാൾ വലിയൊരു പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരോ 4 വീലർ അല്ലെങ്കിൽ 2 വീലർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ എന്തോ വലിയ പർച്ചേസ് നിങ്ങൾ 2026 ചെയ്യും. ഇവിടെ ജൂണും ഓഗസ്റ്റും അതിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾ ഈ ഒരു 4 വീലർ വാങ്ങിക്കാൻ പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ 4 വീലർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ജൂണിനും ഓഗസ്റ്റിനും ഇടയിലുള്ള ദിവസം നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങിച്ചിരിക്കും. ഈ ഒരു സമയം നിങ്ങൾ വലിയ രീതിയിൽ എന്തോ ഒരു കാര്യത്തിന് കാശ് ചിലവാക്കുന്നുണ്ട്, അതായത് നല്ല കാര്യത്തിന് വേണ്ടി. ഈ കൺഫ്യൂഷൻ ഒരു സ്ഥിതി റിലേറ്റഡ് ആയിട്ടോ ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ടോ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിട്ടും ആ ഒരു ആക്ഷൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് വർക്കാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു 2026. നിങ്ങളുടെ ലൈഫിൽ എല്ലാം നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കാനും ഒരു പേടിയും വയ്ക്കത്തില്ല. അതായത് ആ ഒരു ആക്ഷനിലൂടെ എല്ലാം നല്ലതായിട്ട് പോകും, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കാനും മടിക്കത്തില്ല. ഇനി ഇവിടെ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ ആവട്ടെ അത് നിങ്ങൾക്ക് വേണ്ടി ശരിയായി തന്നെ വർക്ക് ചെയ്യും. 2026 നിങ്ങളുടെ ലൈഫിൽ ലക്ഷ്മി ദേവി വരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. വളരെ ശുഭതയോടുകൂടിയാണ് ലക്ഷ്മി ദേവി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ലക്ഷ്മി ദേവി നിങ്ങളുടെ ലൈഫിൽ വരുന്നതോടുകൂടി നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ലഭിക്കും. ഇവിടെ ആൾക്കാർ നിങ്ങളുടെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സൊസൈറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ആദരവ് ലഭിക്കുന്നു. ഒരു പേരും പ്രശസ്തിയും നിങ്ങൾക്ക് ഉറപ്പായിട്ടും 2026 ലഭിക്കും. ഇവിടെ നിങ്ങളുടെ മാനസമ്മാനത്തിന് എന്തെങ്കിലും വില നിങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അതിലൊരു മാറ്റം നിങ്ങൾക്ക് 2026 കാണാൻ സാധിക്കും. അത് നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കൺഫ്യൂഷനാണോ ആൾക്കാരിൽ ഉണ്ടായിരുന്നത് അതെല്ലാം മാറുന്നതായിട്ട്. ഇവിടെ നിങ്ങൾക്ക് മാതൃത്വത്തിൻ്റെ ആ ഒരു സുഖം ലഭിച്ചിട്ടില്ലെങ്കിൽ ഇതുവരെ 2026 അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതും നേരെയാകുന്നതാണ്. ഇവിടെ ഈ ഒരു 2026 ഒന്നിന് പിറകെ ഒന്നായിട്ട് അത്രയ്ക്ക് ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു മൂമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആവും. ആ ഒരു ഡേറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും എഴുതി വയ്ക്കും. ഇവിടെ അത്രമാത്രം ഒരു സന്തോഷമായിരിക്കും നിങ്ങൾക്ക് ഓരോ ഡേറ്റിലും ലഭിക്കുന്നത്. കുട്ടികളിൽ നിന്ന് നിങ്ങൾക്ക് സുഖത്തിൻ്റെ ആ ഒരു പ്രാപ്തി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുട്ടികളുടെ കരിയർ, കുട്ടികളുടെ വിവാഹം ഇതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ 2026 അതിലെല്ലാം ഒരു മാറ്റം ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് കുറേ വയസ്സ് മുന്നോട്ട് പോയിരിക്കണം, നിങ്ങളുടെ മാരേജ് ഇതുവരെ നടന്നിട്ടില്ല എങ്കിൽ 2026 നിങ്ങൾക്ക് മാരേജ് ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ 2026 എന്ന് പറയുന്നത് ഒരു വരദാനം പോലെയാണ് നിങ്ങൾക്ക്. കാരണം ഈ ഒരു വർഷം നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണോ ഉള്ളത് അതെല്ലാം നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഗൈഡൻസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ ശബ്ദം അത് നിങ്ങൾ നോക്കി പ്രയോഗിക്കുക, നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഇത് മാത്രമാണ് ഗൈഡൻസ് ആയിട്ട് വന്നേക്കുന്നത്. കാരണം ഈ ഒരു വർഷം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു റീകവറി ഉണ്ടാകും. നല്ല സ്മൂത്തായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യും.
അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.